കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന് ഭാഗം വായിക്കുന്നു. ഒന്ന് യോഹന്നാൻ എഴുതിയ ലേഖനം, അതിന്റെ 4-ാം അധ്യായം 18-ാമത്തെ വാക്യം. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല എന്ന് ആ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. പ്രൈസ്. ഇതുപകരം ഈ ദൈവത്തിനെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവി, ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൈവിക ഉപദേശം ആലോചന. പ്രൈസ്. നിങ്ങളതിനെ ദൈവികമായ ധ്യാനത്തോടെ പ്രാർത്ഥനയോടെ ഏറ്റെടുത്ത് ഹൃദയത്തിൽ ആ വചനത്തെ നിങ്ങൾ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് ഹൃദയങ്ങളിൽ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും. വായിച്ചെന്ന സ്നേഹത്തിൽ ഭയമില്ല. അല്ലേലൂയ. ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയും. ഞാനൊരു നല്ലൊരു ദൈവദാസൻ എഴുതിയ ഒരു പുസ്തകം വായിച്ചു. നല്ലൊരു പ്രഭാഷകനാണ്, അനവധി പുസ്തകങ്ങളൊക്കെ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഭയം പാമ്പിനെ പോലെയാകുന്നു എന്നാണ്. ഭയം പാമ്പിനെ പോലെയാകുന്നു, എന്നാൽ ദൈവസ്നേഹമോ പാമ്പിനെ കടിച്ചു കീറുന്ന കീരിയെ പോലെയാകുന്നു എന്ന് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ ആ പുസ്തകം വായിച്ച് വളരെ ചിന്തിച്ചിട്ട് എനിക്കും അതിനകത്ത് അങ്ങനെ ഒരു തോന്നലുണ്ടായി. ഭയം പാമ്പിനെ പോലെയാണല്ലോ. പ്രൈസലോ. എന്നാൽ ദൈവസ്നേഹം എന്താണ്? പാമ്പിനെ കടിച്ചു കീറുന്ന കീരിയെ പോലെയാകുന്നത്. രണ്ട് ജീവികളെ നമ്മൾ മനസ്സിലാക്കണം. പാമ്പും കീരിയും ശത്രുക്കളാണ്. ഇവിടെ നാം ദൈവത്തിനെ ചിന്തിക്കുമ്പോൾ ഭയത്തെ അതിജീവിക്കുന്ന ദൈവശക്തിയാണ് നമുക്ക് ആവശ്യം. അത് സ്നേഹമാണ്. ദൈവത്തിൽ നാം പ്രാപിക്കുന്ന ആ ദൈവസ്നേഹം, ദൈവം നമുക്ക് നൽകുന്ന ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലെ ഭയത്തെ പുറത്താക്കി കളയും. പ്രൈസലോ. ഹല്ലേലൂയ. ആകയാൽ ഭയപ്പെടുന്ന സമയത്ത് ദൈവസ്നേഹം കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണം. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഭയപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടായാൽ അവിടെ നിങ്ങൾ ദൈവസ്നേഹം കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണം. നമ്മൾ ചില ദിവസങ്ങളായി ഭയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഭയത്തെക്കുറിച്ച് ഇത്രമാത്രം സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ വേദപുസ്തകത്തിൽ പറയുന്ന തിരുവെഴുത്തുകൾ നാം പരിശോധിക്കുമ്പോൾ ഭയത്തെക്കുറിച്ചുള്ള ശുശ്രൂഷ വളരെ അനിവാര്യമാണ് ഈ കാലഘട്ടത്തിൽ. കാരണം മനുഷ്യർക്കെല്ലാവർക്കും ഭയമുണ്ട്. ഭയമില്ലാത്ത ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിലില്ല. അങ്ങനെ ഭയപ്പെടുമ്പോൾ, ഭയം ഉള്ളിൽ കടന്നു വരുമ്പോൾ അതിനെ അതിജീവിക്കണമെങ്കിൽ ദൈവസ്നേഹം ആവശ്യമാണെന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ദൈവവചനത്തിൽ ഭയത്തെക്കുറിച്ച് പല ആവർത്തി പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവം നമ്മിൽ വെച്ചിരിക്കുന്ന സ്നേഹത്തെ അറിഞ്ഞ് നാം വിശ്വസിക്കണം. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവം നിങ്ങളിൽ വെച്ചിരിക്കുന്ന സ്നേഹത്തെ അറിഞ്ഞ് നിങ്ങൾ വിശ്വസിക്കണം. നമുക്ക് കുടുംബമായാൽ കല മുട്ടയും എന്നൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്. കുടുംബമായാൽ കല മുട്ടയും എന്ന് പറഞ്ഞാൽ ഇല്ലറ പ്രശ്നങ്ങളൊക്കെ വരും. പ്രൈസലോ. അപ്പം കല മുട്ടഞ്ഞാൽ അതിനെ ചേർത്ത് പണിയ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ അനവധി കുടുംബങ്ങൾ ഛിന്നഭിന്നമായി മാറും. അനവധി കുടുംബങ്ങൾ ഭയം കൊണ്ട് നിറയപ്പെട്ട് ജീവിതം എങ്ങനെ കൊണ്ടുപോകും എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്ന അനവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. രക്തം ചെയ്യും. അങ്ങനെ കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവിടെ കുടുംബത്തിൽ ഭയം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവസ്നേഹം നിങ്ങളുടെ കുടുംബത്തിൽ വന്നാൽ, നിങ്ങളിൽ വെച്ചിരിക്കുന്ന, നിങ്ങളിൽ ദൈവം തന്നിരിക്കുന്ന ആ ദൈവസ്നേഹം നിങ്ങളിൽ നിറയുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബം ആ പ്രശ്നങ്ങളിൽ വിടിവിക്കപ്പെടും. പ്രൈസലോ. അപ്പം പല കുടുംബങ്ങളും തകരുന്നതിന്റെ പിന്നിലെ സംഭവം, ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. പ്രൈസലോ. അപ്പനമ്മമാർക്ക് ദൈവസ്നേഹം നഷ്ടപ്പെട്ടാൽ കുടുംബത്തിൽ കലഹമുണ്ടാകും. ഭാര്യ ഭർത്താക്കന്മാർക്ക് ദൈവസ്നേഹത്തിൽ നിന്ന് ഒഴിവാകുമ്പോൾ അവിടെ കലഹമാണ്. മക്കളിൽ ദൈവസ്നേഹവും നഷ്ടപ്പെടുമ്പോൾ അവരുടെ പ്രശ്നമാണ്.
എന്നാൽ ദൈവസ്നേഹം നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ തകർക്കുന്ന ഭയത്തിന്റെ ശക്തിയെ ദൈവം നീക്കിക്കളയും. ആ സ്നേഹത്താൽ നീക്കിക്കളയാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ ഭവനത്തെ ഒന്ന് ശോധന ചെയ്ത് നോക്കിയാട്ടെ, നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്താട്ടെ. നിങ്ങളുടെ സഹോദരങ്ങളോട് നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളുടെ ബന്ധുമിത്രാദികളോട് നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളുടെ അയൽവാസികളോട് എങ്ങനെയാണ്, നിങ്ങളുടെ സഹപ്രവർത്തകരോട്, നിങ്ങളുടെ സഹജീവികളോട് നിങ്ങൾ എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഭയത്തെ ദൈവസ്നേഹത്താൽ നീക്കിക്കളഞ്ഞ് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കണം. രക്തം ചെയ്യും എങ്കിൽ മാത്രമേ സ്വഭാവം നിങ്ങൾക്ക് ഉയരുവാൻ കഴിയുള്ളൂ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന സഹോദരൻ, എത്ര കാലമായി താങ്കൾ കഷ്ടതയിലൂടെ കടന്നു പോകുന്നത്? സഹോദരി, എത്ര കാലമായി നീറുന്ന വിഷയമായി നീ കടന്നു പോകുന്നത്? ഓരോ ദിവസവും നിന്റെ ഹൃദയത്തിനകത്ത് ഭയം വർദ്ധിക്കുന്നതല്ലാതെ ദൈവസ്നേഹം നിറയുന്നുണ്ടോ? സ്തോത്രം. കണ്ണുനീര് കുതിർന്ന രാവുകളല്ലേ നിനക്കുള്ളത്? സങ്കടപ്പെടുന്ന നിമിഷങ്ങളല്ലേ? എന്തിനും ഭയപ്പെടുകയില്ലേ നീ? എന്തിനെ കുറിച്ച് ഓർത്ത് ഭയപ്പെട്ട് നിലവിളിക്കുന്ന അനുഭവം നിനക്കില്ലേ? രാത്രിയുടെ യാമങ്ങളിൽ കിടക്കയിൽ കിടന്ന് നീ നിലവിളിച്ചിട്ടില്ലേ? ഹല്ലേലൂയ. നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കം നിന്റെ ഉള്ളിൽ വരാതെ പലതും നിന്നെ ഭയപ്പെടുത്തി നീ മറ്റുള്ളവർക്ക് അസ്വസ്ഥമായി മറ്റുള്ളവരെ ഭയപ്പെടുന്ന വിധത്തിൽ നീ അലറി നിലവിളിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഇതൊക്കെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ദൈവസ്നേഹം നിന്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ പിശാച് നിന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവസ്നേഹം നിങ്ങളുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ പിശാച് നിന്റെ കുടുംബത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവസ്നേഹം നിന്നിൽ നഷ്ടപ്പെട്ട് നിന്റെ തലമുറ നഷ്ടപ്പെടുവാൻ തുടങ്ങി. അവിടെ പിന്നെ നിലവിളിയാ കേട്ടോ, രക്തം ചെയ്യും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരണം. അല്ലെങ്കിൽ സ്നേഹത്തിൽ ഭയമില്ല. ദൈവസ്നേഹം നിന്റെ ഉള്ളിൽ വന്നാൽ നിനക്ക് ഭയം ഉണ്ടാകത്തില്ല. ദൈവസ്നേഹം നിന്റെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ് നീ എല്ലാത്തിനും ഭയപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിങ്ങൾ ഭയപ്പെട്ട് നിങ്ങൾ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നിങ്ങൾ മഹാവ്യാധിയാൽ നിങ്ങൾ നിറയും. അപ്പോഴും ഭയമാണ്. പ്രൈസ് ദി ലോർഡ്. അതിൽ നിങ്ങൾ പുറത്തു വരണമെന്നാണ് ദൈവത്തിന് പറഞ്ഞത്. അപ്പം ദൈവം നിങ്ങളിൽ വെച്ചിരിക്കുന്ന ദൈവസ്നേഹത്തെ നിങ്ങൾ അറിഞ്ഞു വിശ്വസിക്കണം. ദൈവസ്നേഹമാണ്. നിങ്ങൾ യോഹന്നാന്റെ അല്ലെങ്കിൽ സ്തോത്രം ലേഖനം, യോഹന്നാന്റെ സുവിശേഷമൊക്കെ വായിച്ച് സ്നേഹത്തെക്കുറിച്ച് മാത്രം അവിടെ പറഞ്ഞിരിക്കുന്ന കാണാൻ കഴിയും. സ്നേഹത്തെക്കുറിച്ച് ഇത്രമാത്രം പറഞ്ഞിരിക്കുന്ന അധ്യായങ്ങളാണ് സുവിശേഷവും യോഹന്നാന്റെ സുവിശേഷവും യോഹന്നാന്റെ ലേഖനം എന്നൊക്കെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമുണ്ട്. വായിക്കുന്നതിന്റെ ഹൃദയത്തിനകത്തൊരു സുഖമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കരഞ്ഞു കലങ്ങിയ ഹൃദയവുമായി, കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ജീവിതത്തിൽ ഭയത്തിന്റെ അനുഭവത്തിൽ കടന്നു പോകുന്ന എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ശ്രോതാവേ, നിന്റെ കരങ്ങളിൽ ദൈവവചനമുണ്ടെങ്കിൽ, ബൈബിൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ബൈബിൾ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ആരുടെ എങ്കിലും കയ്യിൽ നീ ഒരു ബൈബിൾ വാങ്ങിയിട്ട് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം, അപ്പോൾ തന്നെ യോഹന്നാന്റെ ലേഖനങ്ങൾ നിങ്ങൾ വായിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു സുഖമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാകും. എന്തിനെയെല്ലാം നീ ഭയപ്പെടുന്നോ? എന്തിനെയെല്ലാം നീ ഭയപ്പെട്ട് ജീവിക്കുന്നോ? ഏതെല്ലാം ഭയത്തിനാണ് നീ അടിമയായിരിക്കുന്ന അതിൽ നിന്നെ പുറത്തു കൊണ്ടുവന്ന് ദൈവസ്നേഹം നിന്റെ ഉള്ളിൽ നിറയുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വരെ നീ അനുഭവിച്ചിട്ടില്ലാത്ത സുഖ സന്തോഷങ്ങളെ ദൈവം നിനക്ക് തരും. അതുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങൾ നിറഞ്ഞു നിൽക്കണം. അപ്പൊ സ്നേഹത്തിൽ വിശ്വസിക്കുന്നവൻ സ്നേഹത്തിൽ വസിക്കുകയും ചെയ്യും. ദൈവസ്നേഹത്തിൽ വിശ്വസിക്കുന്നവൻ ആ ദൈവസ്നേഹത്തിൽ വസിക്കുന്നു. ദൈവവും അവനിൽ വസിക്കുന്നു. അപ്പൊ ആ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ വരണമെന്ന് പരിശുദ്ധന്മാവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഈ ദൈവത്തിനോട് പ്രസംഗിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഭയമായിരുന്നു. എപ്പോഴും ഭയപ്പെടുന്ന അനുഭവങ്ങൾ, പലതിനെ കുറിച്ചും വിചാരപ്പെട്ടും മനം കലങ്ങിയും ഭയപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ആ ഭയം എൻ്റെ ഉള്ളിൽ നിന്ന് നീങ്ങിയത് ദൈവസ്നേഹം വന്നപ്പോഴാണ്. ദൈവസ്നേഹം എന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ സ്നേഹത്തിൽ ഭയമില്ല എന്ന് വേദപുസ്തക വചനം നമ്മോട് പറയുന്ന പോലെ ആ സ്നേഹം, ദൈവസ്നേഹം വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലെ ഭയം മാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആ വിധത്തിൽ ചിന്തിച്ചു നോക്കിയാട്ട് നിങ്ങളെ തകർക്കുവാൻ ഈ ലോകത്തിന്റെ ശക്തിയായിരിക്കും സാത്താന് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്.
നിന്റെ ഉള്ളിൽ ഭയത്തെ കൊണ്ടുവരാൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. ദൈവസ്നേഹം നിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കണം. വളരെ കേൾക്കുന്ന മാതാപിതാവേ, സഹോദര സഹോദരി, ദൈവസ്നേഹം നിന്റെ ഉള്ളിലില്ലെങ്കിൽ ഇന്ന് പകൽ നീ ദൈവസ്നേഹത്തിൽ നിറയപ്പെടണം. ദൈവസ്നേഹത്തിൽ നിങ്ങൾ നിറയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ആ സ്നേഹത്തിന്റെ അനുഭവങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും. യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ടാവും. ഹല്ലേലൂയ, രക്തം ചെയ്യാം. ഇവിടെ ഈ സ്നേഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നുവെന്ന് ഹല്ലേലൂയ നമ്മൾ യോഹന്നാൻ ലേഖനം 4:18 വായിച്ചു. എന്ന് പറഞ്ഞാൽ ദൈവത്തോടും സഹോദരനോടുമുള്ള പൂർണ്ണമായ സ്നേഹം വിശുദ്ധിയെ ഉളവാക്കുകയും ഹല്ലേലൂയ ആ ഭയത്തെ നിഷ്കാസനം ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ദൈവത്തോടും നിങ്ങളുടെ സഹോദരനോടും, ദൈവത്തോടും നിങ്ങളുടെ മാതാപിതാക്കളോടും, ദൈവത്തോടും നിങ്ങളുടെ ഭാര്യയോടും അല്ലെങ്കിൽ ഭർത്താവിനോട്, ദൈവത്തോടും നിങ്ങളുടെ മക്കളോടും, ദൈവത്തോടും നിങ്ങളുടെ അയൽവാസികളോടും, ദൈവത്തോടും നിങ്ങളുടെ സഹവിശ്വാസികളോടും ഹല്ലേലൂയ പൂർണ്ണമായ സ്നേഹം നിന്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നിന്നെ വിശുദ്ധിയിലേക്ക് ദൈവം കൊണ്ടുവരിക. രക്തം ചെയ്യാം. പ്രൈസലോ. ആ വിശുദ്ധി നിന്റെ ഉള്ളിൽ ഉളവാകുമ്പോൾ നിന്റെ ഉള്ളിലെ ഭയത്തെ നിഷ്കാസനം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മളൊക്കെ വിവിധ ചരിത്രങ്ങൾ, സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അങ്ങനൊരു സംഭവം ഞാനും വായിക്കുകയുണ്ടായി. ഒരിക്കലൊരു വീടിന് തീ പിടിച്ചപ്പോൾ സ്വന്തം കുഞ്ഞ് അതിനുള്ളിലുണ്ടെന്ന് മനസ്സിലാക്കിയ മാതാവ് സ്വന്തം ജീവനെ തൃണവൽക്കരിച്ച് കുഞ്ഞിനെ രക്ഷിക്കാനായി തീയുടെ ഉള്ളിൽ കൂടി അകത്തേക്ക് ഓടിക്കയറി. ഹല്ലേലൂയ. നമ്മൾ കേട്ടിട്ടുണ്ട്, സ്വന്തം മാതാവ് മുറ്റത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഓലക്കുടിലിൽ തീ പിടിച്ചു. ആ ഓലക്കുടിലിൽ കുഞ്ഞിനെ തൊട്ടിയിൽ കിടത്തിയിട്ടുണ്ടായിരുന്നു. തീ പിടിച്ച് തീ പെരയ്ക്ക് ആളിക്കെത്തി കഴിഞ്ഞപ്പോൾ ആ മാതാവ് പുറത്തുനിന്ന് ഓടിയ തീക്കുള്ളിലൂടെ അകത്ത് ചെന്ന കുഞ്ഞിനെ വാരിയെടുത്ത് മാറോട് ചേർത്ത് തീയിലൂടെ പുറത്തു വന്നു. ഹല്ലേലൂയ. കുഞ്ഞിനെ കോരിയെടുത്ത് വെളിയിലേക്ക് ഓടി വരുന്നത് ആ കുഞ്ഞിനോടുള്ള അവളുടെ ഉള്ളിലെ തികഞ്ഞ സ്നേഹമാണ്. കാരണം അവളുടെ ജീവനെ പണയപ്പെടുത്തി അവളതിനകത്തേക്ക് പോകുന്നത്. ഹല്ലേലൂയ. ആ തീയിൽ നിന്ന് അവളുടെ ശരീരം മുഴുവൻ പൊള്ളലേറ്റ് തന്റെ കുഞ്ഞിനെ യാതൊരു പൊള്ളലും ഏക്കാതെ ആ കുഞ്ഞിനെയുമായി പുറത്തു വന്നിരുന്നത്, ആ കുഞ്ഞുമായി പുറത്തു വന്ന സംഭവം ഞാൻ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. അതെന്താണ്? ആ സ്നേഹം, മാതാവിന്റെ ആ കുഞ്ഞിനോടുള്ള സ്നേഹം. പ്രൈസലോ. ഇത് തന്നെയാണ് ശ്രോതാവ് യേശു നമ്മളോട് ചെയ്യുന്നത്. നീ പാപത്തിൽ വീണു പോകാമായിരുന്ന, പാപത്തിൽ തളർന്നു പോകാമായിരുന്ന, പാപത്തിൽ നശിച്ചു പോകാമായിരുന്ന, പാപം നിന്റെ ജീവിതത്തിൽ വന്ന് നിത്യമായ നരകത്തിന്, ദണ്ഡനത്തിന്, നരകത്തിന്റെ കടലിൽ, നരകക്കടലിൽ, ആ തീപ്പൊയ്യിലേക്ക് എത്തിച്ചേരേണ്ട നിന്നെ ഹല്ലേലൂയ അതിനകത്ത് നീ വെന്തുരുകി പോകാതെ നിന്നെ മാറോട് ചേർത്ത് പിടിച്ച് പാപത്തിൽ നിന്ന് കോരിയെടുത്ത് ദൈവസ്നേഹം നിന്റെ ഉള്ളിൽ നിറച്ച യേശുവിനെ നീ ഹൃദയം കൊണ്ട് അറിയണം, ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. തികഞ്ഞ സ്നേഹം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, ദൈവത്തിന് നമ്മോട് തികഞ്ഞ സ്നേഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ് പിതാവ് തന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. ഹല്ലേലൂയ. ആരെങ്കിലും അങ്ങനെ സ്വന്തം മകനെ മനുഷ്യന്റെ പാപത്തിന് വേണ്ടി മരിക്കുവാൻ അങ്ങനെ ഏൽപ്പിക്കുമോ? ആരും ചെയ്യത്തില്ല. ഭൂമി മനുഷ്യൻ ചെയ്യത്തില്ല. എന്നാൽ നമ്മുടെ പിതാവായ ദൈവം, സൃഷ്ടമായ ദൈവം മാനവൂരം മുഴുവൻ പാപത്തിൽ വീണ് കിടന്നപ്പോൾ, മാനവൂരം മുഴുവൻ ശാപത്തിൽ വീണ് കിടന്നപ്പോൾ, പരസ്പരം സ്നേഹിപ്പാൻ കഴിയാതെ, പരസ്പരം സഹകരിപ്പാൻ കഴിയാതെ കുടുംബങ്ങൾ മുഴുവൻ തകർന്ന് കിടന്നപ്പോൾ പിതാവ് തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗമരണത്തിലൂടെ തികഞ്ഞ സ്നേഹം നമുക്ക് തന്ന് പാപത്തിൽ നമ്മെ കോരിയെടുത്ത് അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്ന് നമ്മൾ ദൈവരാജ്യത്തിന്റെ മക്കളായി മാറി. നമ്മുടെ ദൈവത്തിന്റെ തികഞ്ഞ സ്നേഹമല്ലേ ഞാനും നിങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത്. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തികഞ്ഞ സ്നേഹം നമുക്ക് തരുവാൻ വേണ്ടി യേശു ക്രൂശിൽ തന്റെ ജീവനെ യാഗമാക്കി. രക്തം ചെയ്യും. പ്രൈസലോ. ഇന്ന് പകൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് യഥാർത്ഥമായി നിങ്ങൾ ആഴമേറി ചിന്തിക്കുന്നെങ്കിൽ
കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം നിന്റെ ഉള്ളിൽ നിറയപ്പെടുമ്പോൾ നിന്റെ ഉള്ളിലെ ഭയത്തെ നീങ്ങിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുന്നത് അപ്പൊ ആ കുഞ്ഞിനെ പുറത്തു കൊണ്ടുവരും. അവൾ കാണിച്ച ധീരത, ഹല്ലേലൂയ! ആ സ്നേഹം അവളുടെ ഭയത്തെ പുറത്താക്കി കളഞ്ഞു. ഞാൻ തീയിലേക്ക് ചാടിക്കയറി ചെന്ന ആ മാതാവിന്റെ ഉള്ളിലെ ഭയത്തെ ആ കുഞ്ഞിനോടുള്ള തികഞ്ഞ സ്നേഹം മുഖാന്തരം തന്റെ ഭയം പുറത്തായി, തന്റെ ഉള്ളിൽ നിന്ന് പുറത്തായി, താൻ കുഞ്ഞിനെ രക്ഷിക്കുക എന്നുള്ളതായി. ഹല്ലേലൂയ! അതുകൊണ്ടാണ് ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല എന്ന് അപ്പോസ്തലൻ പറഞ്ഞത്. ഭയപ്പെടുന്നവൻ ഒരിക്കലും സ്നേഹത്തിൽ തികഞ്ഞവനല്ല. പുരയ്ക്ക് തീ പിടിച്ചപ്പോൾ കുഞ്ഞ് തൊട്ടിയിൽ വെന്തു മരിക്കുമെന്ന് കണ്ട് ആ മാതാവ് പുറത്ത് ഭയത്തോടുകൂടി നിന്നിരുന്നെങ്കിൽ അവൾ സ്നേഹത്തിൽ തികഞ്ഞവളല്ലായിരുന്നു. അവളുടെ ജീവൻ കൊടുത്താണ് ആ കുഞ്ഞിനെ രക്ഷിച്ചത്. ഹല്ലേലൂയ! എന്നെ കേൾക്കുന്ന സ്നേഹിത, ഭയം അടിമത്തവും സ്നേഹം സ്വാതന്ത്ര്യവുമാണ്. ഹല്ലേലൂയ! ഭയം എന്ന് പറയുന്നത് അടിമത്തമാണ്. ഹല്ലേലൂയ! സ്നേഹം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. സ്തോത്രം. നിങ്ങൾക്ക് ഏതാ തിരിച്ചതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ബോധ്യമുള്ളത്? നിങ്ങൾ ഭയത്തിനടിമയായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു, സ്നേഹത്തിലൂടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു? ഇത് രണ്ടും ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുക. ദൈവം ഇത് രണ്ടും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുക. ഇത് രണ്ടും ദൈവം നിങ്ങളോട് പറയുക, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, നിങ്ങൾ ഏത് തെരഞ്ഞെടുക്കും? പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഭയം എന്ന് പറയുന്നൊരു അടിമത്തമാണ്. പ്രൈസ് ദി ലോർഡ്. സ്നേഹം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. ഭയം അടിമത്തം എന്ന് പറയുമ്പോൾ പാപത്തിന്റെ, ശാപത്തിന്റെ, രോഗത്തിന്റെ, ബന്ധനത്തിന്റെ, പൈശാചികമായ ശക്തികളെ, സാത്താന്യ ശക്തികളുടെ അടിമത്തമാകുന്ന ഭയത്തിനകത്ത് നീ വീർപ്പുമുട്ടിക്കിടന്നപ്പോൾ, നിന്നെ പുറത്തെടുക്കുവാൻ ആർക്കും കഴിയാതെ വന്നപ്പോൾ, ഹല്ലേലൂയ, പിതാവായി ദൈവം തന്റെ സ്നേഹത്തിലൂടെ തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ച് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിലൂടെ നമ്മെ പുറത്തെടുത്ത് സ്വാതന്ത്ര്യം തന്നു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഒരിക്കലും ആവർത്തിച്ച് പറയട്ടെ, ഭയം എന്ന് പറയുന്ന അടിമത്തമാണ്, സ്നേഹം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ഉള്ളിലെ ഭയത്തെ നീ എടുത്ത് പുറത്തു കളയണം. സ്തോത്രം. നിന്റെ ഉള്ളിലെ ഭയത്തെ നീ എടുത്ത് പുറത്തു കളഞ്ഞിട്ട് നീ ദൈവസ്നേഹത്തിൽ നിറയപ്പെടണം. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, സ്നേഹത്തിൽ ഭയമില്ല. പ്രൈസ് ദി ലോർഡ്. അത് ദൈവസ്നേഹം നിന്റെ ഉള്ളിൽ വന്നാൽ നിനക്ക് ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല. സ്തോത്രം. ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ദൈവം ഉദ്ദേശിക്കുന്നത്, ഹല്ലേലൂയ, വ്യത്യസ്തമായ നിലകളിലാണ്. സ്തോത്രം. നിങ്ങളുടെ ചിന്തകളല്ല എന്റെ ചിന്ത, എന്റെ ചിന്തകളല്ല നിങ്ങളുടെ ചിന്ത, നമ്മുടെ ആരുടെയും ചിന്തകളല്ല ദൈവത്തിന്റെ ചിന്തകൾ, വിചാരങ്ങൾ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, എന്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ എന്നൊക്കെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തെ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്തിനെ കുറിച്ചല്ല നീ ഭയപ്പെടുന്നു? ഏതിനെ കുറിച്ചല്ല നീ ഭയപ്പെടുന്നു? നിനക്ക് മുമ്പോട്ട് ഒരു അടി പോലും വെക്കുവാൻ കഴിയാതെ, ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് വെക്കുവാൻ കഴിയാതെ, ഭയമെന്ന അടിമത്തത്തെ നിന്നെ ബന്ധിച്ചിരിക്കുന്ന ആ സാത്താന്റെ കയ്യിൽ നീ വിടുവിക്കപ്പെട്ട് സ്നേഹം എന്ന സ്വാതന്ത്ര്യത്തിലേക്ക് നീ മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. രക്തം ചെയ്യണം. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവിക സമാധാനം ഉണ്ടാകും. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നുവെന്ന് 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 16 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. രക്തചയം. അപ്പൊ സ്നേഹം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ഒരു സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതല്ല. ഹല്ലേലൂയ. സ്നേഹം എന്ന് പറയുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിൽ, ഒരു കമ്പോളത്തില്, ഹല്ലേലൂയ, ലഭ്യമാകുന്നതല്ലത്. സ്തോത്രം. സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത് വെളിപ്പെടേണ്ടതാണ്.
നിന്റെ ഹൃദയത്തിനകത്ത് ഉണ്ടാകുന്ന സ്നേഹമാണ് നിന്റെ ജീവിതത്തിൽ അത് പ്രകടമാകുന്നത്. സ്തോത്രം. മനുഷ്യർ എപ്പോഴും പലരോടും വിദ്വേഷവും പകയും ഒക്കെ വെച്ചുകൊണ്ട് ജീവിക്കുന്നവരാ. ഹല്ലേലൂയ. അങ്ങനെ വിദ്വേഷവും പകയും കോപവും ക്രോധവും ശാഠ്യവും ദന്തപക്ഷവും ഭിന്നതയും അസൂയയും വെറുപ്പുത്തും ആമയും ഇങ്ങനെയൊക്കെയുള്ള അനവധി സാധനങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്ത് നാം വെച്ചുകൊണ്ട് നടക്കുമ്പോൾ അത് മുഖാന്തരം നിങ്ങൾ ഭയത്തിനടിമയായി മാറും. ഹല്ലേലൂയ. നിങ്ങൾ മറ്റുള്ളവരോട് ദുഷ്ടത പ്രവർത്തിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഭയം എന്ന് പറയുന്ന ഒരു അടിമത്തം വരുന്നുണ്ട്. അതേസമയത്ത് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ സ്നേഹം എന്ന സ്വാതന്ത്ര്യം നിങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും. രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, സ്നേഹത്തിൽ നിറയണം. രക്തം ചെയ്യും. അതുകൊണ്ട് ഇവിടെ സ്നേഹം എന്ന് പറയുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതല്ല. അത് ഹൃദയത്തിൽ വെളിപ്പെടേണ്ടതാണ്. അത് ദൈവം നമ്മുടെ ഹൃദയത്തിൽ വെച്ചിട്ടുണ്ട്. അത് നാം തിരിച്ചറിയണം. രക്തം ചെയ്യും. എന്നിട്ട് ആ വഴിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്തു വരണം. സ്തോത്രം. എത്ര കാലമായി നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് യഥാർത്ഥമായിട്ട് സംസാരിച്ചിട്ട് മിണ്ടിയിട്ട് സ്നേഹിച്ചിട്ട് എത്ര കാലമായി സഹോദരി നിന്റെ സഹോദരൻ നിന്റെ ഭാര്യയോട് നീ സന്തോഷത്തോടെ സംസാരിച്ചിട്ട്, നിന്റെ അപ്പനോടും അമ്മയോട് നീ സംസാരിച്ചിട്ട്, മാതാപിതാക്കളോട് ചോദിക്കട്ടെ, നിന്റെ മക്കളോട് നീ സ്നേഹത്തിൽ സംസാരിച്ചിട്ട്, മക്കളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അപ്പനമ്മമാരെ നിങ്ങളെക്കാട്ടി മുതിർന്നവരോട് നിങ്ങൾ സ്നേഹത്തിൽ സംസാരിച്ചിട്ട് എത്രയോ കാലങ്ങളായി? പരസ്പരം വിദ്വേഷവും പകയും ഉള്ളിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയാൽ മഹാവ്യാധിയാൽ നീ നശിക്കും. മഹാവ്യാധിയാൽ നിന്റെ ജീവിതം തന്നെ തകരും. പ്രൈസ്. അതുകൊണ്ട് സ്നേഹത്തിലേക്ക് വരണം. പ്രൈസ്. സ്നേഹത്തിൽ ഭയമില്ല. പ്രൈസ്. നാം ഈ ദൈവത്തിനോട് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് 430 വർഷം 430 വർഷം 1, 2 ഒന്നും അല്ല, 430 വർഷം ഇസ്രായേലും മിസ്രൈമിൽ അടിമത്തത്തിൽ കിടക്കുക. ഇസ്രായേലും മിസ്രൈമില് ബർബോനി അടിമത്തത്തിൽ കിടക്കുക. ആ ബർബോനി അടിമത്തം എന്ന് പറയുന്നത് അവരെ കഠിനമായ ജോലി മിസ്രൈമിന്റെ ഇരുമ്പുലയിലിട്ട് ഉരുക്കുന്നത് പോലെ അവരെ ഉരുക്കിക്കൊണ്ടിരിക്കുക. അല്പം ഒരു സ്നേഹം കിട്ടാതെ, ഒരാശ്വാസം കിട്ടാതെ ഇസ്രായേലും മിസ്രൈമിൽ അടിമത്തം അനുഭവിക്കുക. അങ്ങനെ അടിമത്തത്തിൽ കിടന്ന ഹല്ലേലൂയ ജനം ദൈവത്തോട് നിലവിളിക്കുവാൻ തുടങ്ങി. ആ നിലവിളി ദൈവം കേട്ടു. അവരുടെ കണ്ണുനീർ ദൈവം കണ്ടു. ഹല്ലേലൂയ. നമ്മുടെ യഹോവയായ ദൈവം മോശെ എന്ന മനുഷ്യനെ മിസ്രൈമിലേക്ക് അയച്ച് ഹല്ലേലൂയ പാപത്തിന്റെ അടിമത്തത്തിൽ കിടന്നിരുന്ന മിസ്രൈമി അടിമത്തത്തിൽ കിടന്നിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ ഹല്ലേലൂയ സ്നേഹത്തിലൂടെ അവരെ പുറത്തു കൊണ്ടുവന്നു. മിസ്രൈമിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അപ്പം മിസ്രൈമിൽ നിന്ന് അവർ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ആ ഭയത്തിന്റെ അടിമത്തത്തിൽ നിന്ന് അവർ മോചിതരായി. ഇപ്പം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജനത്തിന്റെ ഉള്ളിൽ സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യമായി. ഹല്ലേലൂയ. അത് എത്ര കഠിനതയുടെ നടന്നാലും പ്രതിസന്ധിയുടെ കടന്നുപോയാലും ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മളതിൽ സ്വതന്ത്രമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഭയപ്പെട്ടിരിക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ കടബാധ്യതയിൽ നിങ്ങൾ ഭയപ്പെട്ടിരിക്കുകയായിരിക്കാം. മാനസികമായ അസ്വസ്ഥതയിൽ നിങ്ങൾ ഭാരപ്പെട്ടേക്കാം. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയതിന്റെ ഭയം നിനക്ക് കാണാം. ജീവിതത്തിൽ ഉയരുവാൻ കഴിയാത്ത വന്നതിന്റെ ഭയം നിനക്ക് കാണാം. വിദ്യാഭ്യാസത്തെ പൂർത്തീകരിക്കാൻ കഴിയാത്ത വന്നതിന്റെ ഭയം നിനക്ക് കാണാം. കുടുംബജീവിതം ഛിന്ന ഭിന്നമായതിന്റെ ഭയം നിനക്ക് കാണാം. വേർപാടിന്റെ ഭയം നിന്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. നന്മകളെല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തിനകത്ത് കണ്ണുനീരിന്റെ ഭയമായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വിവിധ തലങ്ങളിൽ ഭയം എന്ന് പറയുന്ന അടിമത്തം ഹല്ലേലൂയ നിന്നെ അലട്ടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നീ അതിനെ പുറത്ത് കളഞ്ഞിട്ട് ഹല്ലേലൂയ ദൈവസ്നേഹത്താൽ നിറയപ്പെടുമ്പോൾ നിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, നിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുവാൻ ദൈവസ്നേഹം നിന്റെ ഉള്ളിൽ വന്നാൽ മതി. രക്തം ചെയ്യും. ദൈവസ്നേഹം നിന്റെ ഉള്ളിൽ വരുമ്പോൾ, സ്നേഹം നിന്റെ ഉള്ളിൽ വസിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരോടും സൗമ്യതയോടെ സംസാരിക്കാൻ തുടങ്ങും. സ്നേഹത്തോടെ സംസാരിക്കും. സമാധാനത്തോടെ സംസാരിക്കും. നിങ്ങളുടെ സ്നേഹത്തിനകത്ത് ദൈവിക സ്നേഹം വെളിപ്പെടാൻ തുടങ്ങും.
പ്രൈസലോ. നിങ്ങൾ മറ്റുള്ളവരുടെ സമാധാനത്തോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ സംസാരിച്ചിട്ട് എത്ര കാലമായി? നിങ്ങളുടെ ഭവനത്തിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ പരസ്പരം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോട് സ്നേഹത്തിലും സമാധാനത്തിലും അല്ലെങ്കിൽ സന്തോഷത്തോടെ സംസാരിച്ചിട്ട് എത്ര കാലമായി? ഹല്ലേലൂയ. അവിടെ ഒന്നിനു പുറകെ ഒന്നായിട്ട് പഴിചാരലും കുറ്റം പറയിച്ചലും ഹല്ലേലൂയ ഒക്കെയല്ലേ ഉള്ളത്. അവിടെ നിങ്ങൾ ഭയത്തിന് അടിമയാണ്. സ്തോത്രം. വീട്ടിനകത്ത് പരസ്പര സ്നേഹം നിറയണം. ഭാര്യ കറി വെച്ചു കൊണ്ട് തരുമ്പോൾ അതിന് ഉപ്പില്ല, അതിന് രുചിയില്ല. ചോറ് വിളമ്പി തന്ന പനത്ത് കല്ല് കണ്ടു, മുടി കണ്ടു. ലേലിയ. ചോറ് തരാൻ താമസിച്ചു, കാപ്പി തരാൻ താമസിച്ചു, ചായ തരാൻ താമസിച്ചു. ലേലിയ. അങ്ങനെയൊക്കെ ചില ചെറിയ പ്രശ്നങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത്, ചെറിയ സംഗതികളെ നീ വലിയ പ്രശ്നങ്ങളാക്കി നിന്റെ കുടുംബത്തിനകത്ത് സമാധാനത്തെ, സ്നേഹത്തെ നഷ്ടപ്പെടുത്തി പരസ്പരം നിങ്ങളുടെ കുടുംബം ഭയത്തിന് അടിമകളായി മാറിയിട്ട് എത്ര കാലമായി? അല്ലേരി, അത് നിന്റെ ഉയർച്ചയ്ക്ക് തടസ്സമാണ്, നിന്റെ അനുഗ്രഹത്തിന് തടസ്സമാണ്. നിന്റെ കുടുംബം ഉയരാത്തത്, നിന്റെ കുടുംബം വളർച്ച പ്രാപിക്കാത്തത്, നിന്റെ കുടുംബ സ്നേഹത്തിൽ നിറയാത്തത് നിന്റെ കുടുംബത്തിനകത്തെ പ്രശ്നമാണ്. ഈശ്വരോ, അതിന് മറ്റുള്ളവരെ പഴിചാരിയിട്ട് കാര്യമില്ല. നിന്റെ കുടുംബത്തിനകത്ത് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വാക്കുകൾ പറഞ്ഞ് പരസ്പരം പൊറുക്കുവാനും പരസ്പരം സഹിക്കുവാനും കഴിയുമ്പോഴാണ് ആ കുടുംബം നാം സ്വർഗമായി മാറുന്നത്. നീ പിറുപിറുക്കുന്നവനാണെങ്കിൽ, നീ പിറുപിറുക്കുന്നവളാണെങ്കിൽ നിന്റെ ജീവിതം തകർന്നു പോകും. നിന്റെ പിറുപിറുപ്പും നിന്റെ നിന്റെ ജീവിതത്തിന്റെ ദൈവികമല്ലാത്ത പ്രവൃത്തി ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അല്ലേരിയ. നീ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് ക്രിസ്തു ആരെന്ന് തിരിച്ചറിയണം, യേശു ആരും തിരിച്ചറിയണം. അല്ലേരിയ. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും പാപത്തിന്റെ അടിമത്തത്തിൽ വീണ് കിടക്കുന്ന കണ്ടിട്ട് പിതാവായി ദൈവം ഹൃദയത്തിനകത്ത് പിറുപിറുക്കാതെ തന്റെ ഓമന പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ച് യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിലൂടെ നമ്മെ പുറത്തു കൊണ്ടുവന്ന് നമ്മൾ ദേശത്ത് പാർക്കുമ്പോൾ, കുടുംബത്തിനകത്ത് പാർക്കുമ്പോൾ, കുടുംബത്തിനകത്ത് പിറുപിറുപ്പ് പാടില്ല. സ്തോത്രം. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് എത്രമാത്രം ഏതെല്ലാം തരത്തിലെ പിറുപിറുപ്പ്, അത് നീ പുറത്ത് കാണിക്കുന്നത്. നിന്റെ ജീവിതം ശരിയല്ലാത്തത് കൊണ്ടാണ്, നിന്റെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ടാണ്, നിന്റെ പ്രവൃത്തികൾ ശരിയല്ലാത്തത് കൊണ്ടാണ് നീ ഭയത്തിന് അടിമയായി മാറുന്നത്. ഹല്ലേലൂയ. അതാ, ആ ഭയത്തിൽ നീ പുറത്തു വരണമെങ്കിൽ ദൈവസ്നേഹം വരണം. പ്രൈസ്. ദൈവസ്നേഹം നിന്റെ ഉള്ളിൽ വന്നാൽ നീ ഒരിക്കലും പിറുപിറുക്കത്തില്ല. ദൈവസ്നേഹം നിന്റെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ് നീ പിറുപിറുക്കുന്നത്. പ്രൈസ്. അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകളെ പലരോടും സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ പിറുപിറുപ്പ് കണ്ടിട്ടുണ്ട്. അപ്പൊ അവരുടെ ഉള്ളിലെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയും, അവരാരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അവരോട് ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയില്ല. അവരുമായിട്ട് യോജിച്ചു പോകാൻ തന്നെ ആഗ്രഹിച്ചാൽ അവർ പിറുപിറുക്കും. അല്ലെങ്കിൽ അങ്ങനെ വീണ്ടും ആ ഭയത്തിന് അടിമകളായി മാറും എല്ലാവരും. അല്ലേരിയ. അവിടെ നിങ്ങളുടെ കുടുംബ സമാധാനത്തോടും മിസ്രയീമിൽ നിസ്രാജനത്തെ പുറത്തു കൊണ്ടുവന്നതുപോലെ പാപത്തിന്റെ അനുഭവം ദൈവം നമ്മെ പുറത്തു കൊണ്ടുവന്ന ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത് നമ്മളെ സ്വർഗീയ സന്തോഷം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. രക്തം ചെയ്യാം. വല്ലേറിയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ ദൈവസ്നേഹത്തിൽ നിറഞ്ഞിരിക്കുന്നതിനാൽ ഭയം അവരെ അതിജീവിക്കുകയില്ല. ആകയാൽ ദൈവസ്നേഹം പ്രാപിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ രേഖപ്പെടുന്നുണ്ട്. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. കണ്ടോ? വളരെ മനസ്സിരുത്തി ശ്രദ്ധയോടെ ആ വാക്യങ്ങളൊക്കെ വായിക്കണം കേട്ടോ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം, പ്രൈസലോ, ദൈവത്തിന്റെ സ്നേഹം ഹല്ലേലൂയ നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ഹല്ലേലൂയ.
അപ്പൊ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സ്നേഹം പകർന്നിട്ടുള്ളത് അവിടെ സ്ഥിരമായിട്ടുണ്ടോ എന്നത് ശോധന ചെയ്താട്ട്. അതോ നിങ്ങളുടെ ഉള്ളിൽ പകർന്ന സ്നേഹം, നിങ്ങളുടെ ഉള്ളിൽ തന്ന പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രക്തക്ഷയം അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നഷ്ടപ്പെടുമ്പോൾ അവിടെ സ്നേഹവും നഷ്ടപ്പെടും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ സ്നേഹം നഷ്ടപ്പെടുന്നു. സ്നേഹം നഷ്ടപ്പെടുമ്പോഴാണ് നീ തറുതല പറയുന്നത്. ഹല്ലേലൂയ. നമുക്കറിയില്ല, ചില വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്തു പറഞ്ഞാലും സഹോദരന്മാരായാലും സൗകര്യം തറുതല പറയും. മക്കളായിരുന്നാലും തറുതല പറഞ്ഞല്ലേ എല്ലാം എതിര് പറയും. ഹല്ലേലൂയ. എല്ലാം എതിര് പറയും. ഒന്നിനോടൊത് യോജിക്കത്തില്ല. അങ്ങനെയുള്ള കുടുംബമൊന്നും ഐശ്വര്യമായി മുന്നോട്ട് പോകത്തില്ല. അങ്ങനെയുള്ള കുടുംബത്തിനകത്ത് എന്നും പാപത്തിന്റെ അടിമത്തമായിരിക്കും, ഭയത്തിന്റെ അടിമത്തമായിരിക്കും. സാത്താൻ ആ കുടുംബങ്ങളെയൊക്കെ ഭരിക്കുന്നത്. ഹല്ലേലൂയ. പിശാചിന്റെ കുടുംബത്തിൽ ഉണ്ട് എന്നുള്ളതിന്റെ യഥാർത്ഥ തെളിവാണ് നിന്റെ കുടുംബത്തിനകത്തെ പ്രശ്നം. ഹല്ലേലൂയ. ചിലർ പറയും ഞങ്ങളുടെ കുടുംബം സ്വർഗമാണ്, ഞങ്ങളുടെ കുടുംബം ദൈവത്താൽ പണിയപ്പെട്ടതാണ്, ഞങ്ങളുടെ കുടുംബം ദൈവാനുഗ്രഹത്തെ നിറയപ്പെട്ടതാണെന്നൊക്കെ പറയും. ചില വീടുകളിലേക്ക് മുമ്പിൽ ചെല്ലുമ്പോൾ ബദേൽ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്ന കാണാം. ബദേല്, ശാലോമെന്നും ഹല്ലേലൂയ, രഹബോത്തെന്നും ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന കാണാം. എന്താണ് അതിന്റെ പേര്, അതിന്റെ അർത്ഥമെന്ന് മനസ്സിലാക്കാതെ പലരും ഇടുന്നത്. ഹല്ലേലൂയ. ഒരു വീട്ടിൽ ചെന്നപ്പോൾ യഹോവ നിസി എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യഹോവ നിസി എന്ന് പറയുന്ന ആ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ഹല്ലേലൂയ, അവിടെ ഭാര്യയും ഭർത്താവും കലകം തുടങ്ങിയിട്ട് നാളുകളായി, മക്കളുമായിട്ട് ഒരു യോജിപ്പില്ല. വേണ്ട, യഹോവ നിസി, ദൈവത്തിന്റെ രേഖൊടി എന്ന വീടിന്റെ പേര്. പക്ഷേ അവിടെ എന്താ സാത്താൻ പ്രവർത്തിക്കുക. ശാലോം എന്നൊക്കെ പറഞ്ഞ സമാധാനം എന്നാണ്. അപ്പൊ ചില വീട്ടിൽ ചെന്ന ശാലോം എന്ന് എഴുതി വെച്ച് ആ വീട്ടിൽ ചെന്ന ഒരു സമാധാനവും ഇല്ല. ഹല്ലേലൂയ. ബദേൽ എന്നൊക്കെ ദൈവത്തിന്റെ ഭവനം അല്ലേ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഭവനമല്ല. നമ്മളുടെ കുടുംബ ജീവിത പശ്ചാത്തലങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നിന്റെ കുടുംബത്തിനകത്തെ പ്രശ്നം, നിന്റെ കുടുംബത്തിനകത്തെ വെല്ലുവിളി, നിന്റെ ജീവിതത്തിലെ വെല്ലുവിളി, നിന്റെ ജീവിതത്തിലെ പ്രശ്നം, നിന്റെ ജീവിതത്തിലെ പിറുപിറുപ്പുകളെല്ലാം പാപത്തിന്റെ അടിമത്തമാണ്. അത് സംഭവിക്കുന്ന സാത്താൻ നിന്റെ കുടുംബത്തിന്റെ നാഥനായതുകൊണ്ടാണ്. ഹല്ലേലൂയ. സാത്താനാണ് നിന്റെ കുടുംബത്തെ നയിക്കുന്ന. അവിടെ പ്രശ്നമുണ്ട്. പക്ഷെ ദൈവസ്നേഹം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ, ക്രിസ്തു നിന്റെ വീടിന്റെ നായകനാണെങ്കിൽ, ഹല്ലേലൂയ, അവിടെ സ്നേഹം മാത്രമേ കാണത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽ സ്തോത്രം, എവിടെയാണ് നിന്റെ ഉയർച്ചയ്ക്ക് തടസ്സം? എവിടെയാണ് നിന്റെ നന്മയ്ക്ക് തടസ്സം? നിന്റെ അനുഗ്രഹത്തിന് തടസ്സം? ഉയരുവാൻ കഴിയാത്ത വിധത്തിൽ, കുതിച്ചു മുന്നേറുവാൻ കഴിയാത്ത വിധത്തിൽ നീ തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം എന്തെന്ന് മനസ്സിലാക്കി ആ ഭയത്തിന്റെ അനുഭവത്തെ, നിന്റെ ജീവിതത്തിലെ ആ അടിമത്തത്തെ നീ പുറത്ത് കളഞ്ഞിട്ട് ദൈവസ്നേഹം നിന്റെ ഉള്ളിൽ വരണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത് ഭയത്തിൽ ഹല്ലേലൂയ, ഭയത്തെ പുറത്താക്കി കളയണമെന്ന്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു പറഞ്ഞു. അപ്പൊ സ്നേഹത്തിൽ ഭയമില്ല. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ ഐശ്വര്യ സമാധാനം ഉണ്ടാകും. അതുകൊണ്ടാണ് റോമാലേഖനത്തിനകത്തൊക്കെ നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ യാതൊന്നിനെ കരുതിയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സ്നേഹം, ദൈവസ്നേഹം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ യാതൊന്നിനെ കുറിച്ച് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ കർത്താവ് നമ്മോട് കൂടെ നിൽക്കുന്നുവെന്ന ആ വലിയ ധൈര്യവും നമ്മുടെ ഹൃദയത്തിൽ നിറയും. ഹല്ലേലൂയ. മനുഷ്യൻ വിവിധമായ പ്രശ്നങ്ങളിൽ എന്നും ഭയത്തിലാണ്. ചിലർക്ക് എന്നും കേസായിരിക്കും, എന്നും കോടതി കയറ്റമായിരിക്കും. ചിലർക്ക് എന്നും പോലീസ് സ്റ്റേഷനായിരിക്കും. ചിലർക്ക് എന്നും പ്രശ്നങ്ങളായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഭയം നിറഞ്ഞു നിന്ന് ഒരിക്കലും സ്വസ്ഥതയില്ലാതെ വരുമ്പോൾ നിങ്ങൾ ദൈവസാന്നിധ്യം അനുഭവിക്കുക, നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ കർത്താവ് ദൈവസ്നേഹം കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിറയ്ക്കും. നിങ്ങളുടെ ഉള്ളിലെ അസമാധാനത്തെ ദൈവം നീക്കിക്കളയും. ഭയത്തെ നീക്കിക്കളയും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറയ്ക്കണം. കർത്താവിന്റെ സാന്നിധ്യം വ്യാപരിക്കുമ്പോൾ ആയിരക്കണക്കിന് ദൈവദൂതന്മാരെ നിങ്ങളോട് കൂടെയിരിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ചുറ്റും നിർത്തും. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ ദൈവസ്നേഹത്തിലേക്ക് വരുമ്പോഴേ
നിങ്ങൾ വ്യക്തിപരമായി, നിങ്ങൾ കുടുംബമായി ദൈവസ്നേഹത്തിലേക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ദൂതന്മാരെ നിന്റെ ഭവനത്തിനും നിനക്കും ചുറ്റുമായി ദൈവം അണിനിരത്തും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ സംഗീതം 34 വായിക്കുന്നത്, യഹോവയുടെ ദൂതന്മാർ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാർ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങിയവരെ വിടിവിക്കുന്നുവെന്ന് കാണാൻ കഴിയും. അപ്പൊ എന്നെ കേൾക്കുന്ന മാതാപിതാവ്, എന്നെ കേൾക്കുന്ന സഹോദര, ദൈവസ്നേഹം നിന്റെ ഉള്ളിൽ വരുമ്പോൾ, ദൈവസ്നേഹം നിന്റെ കുടുംബത്തിൽ വരുമ്പോൾ, ദൈവസ്നേഹം നിന്റെ സംസാരത്തിൽ വരുമ്പോൾ, ദൈവസ്നേഹം നിന്റെ ഇടപെടലിൽ വരുമ്പോൾ, ദൈവസ്നേഹം നിന്നിൽ വ്യാപരിക്കുമ്പോൾ, നമ്മുടെ കർത്താവ് ആയിരക്കണക്കിന് ദൂതന്മാരെ നിനക്ക് ചുറ്റിലും, നിന്റെ ഭവനത്തിന് ചുറ്റിലും, നിന്റെ മക്കൾക്ക് ചുറ്റിലും ആമേൻ ദൈവം അണിനിരത്തും. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ അവിടെ ആമേൻ ഭയത്തിന് സ്ഥാനമില്ല. അപ്പോൾ എന്ത് ചെയ്യും? നിന്റെ ഉള്ളിലെ ജീവിതത്തിലെ, കുടുംബത്തിലെ ഭയം മാറിപ്പോകുന്നു. കാരണം നിന്റെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ ദൈവിക ദൂതന്മാർ പാളയം ഇറങ്ങിയിരിക്കുന്നു. രക്തം ചെയ്യാം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നതിലെ കരമൊക്കെ അടിച്ച് ദൈവത്തിൽ സ്തുതിച്ച് ആമേനൊക്കെ പറഞ്ഞു വചനമൊക്കെ ഏറ്റെടുത്ത് ഇന്ന് പകൽ നീ അടിമത്വം അനുഭവിക്കുന്ന ആ ഭയത്തിൽ നിന്ന് നീ പുറത്തു വരണം. ദൈവസ്നേഹം നിന്റെ ഉള്ളിൽ നിറയണം. നിന്റെ കുടുംബം അനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തെ ദൈവം സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ യേശു ആഗ്രഹിക്കുന്നു. താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവം നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. സ്തോത്രം. ഇന്ന് പകൽ നമുക്കറിയാം ഞായറാഴ്ചയാണ്. ആരാധനയ്ക്ക് പോകാതെ, പ്രാർത്ഥനയ്ക്ക് പോകാതെ, വാമി സഭയിൽ പോകാതെ, ഭവനത്തിനകത്തിരുന്ന് പ്രശ്നമുണ്ടാക്കി ഭാര്യയും ഭർത്താവോട് മത്സരിച്ച്, അപ്പനും മക്കളും മരുമക്കളുമായി തമ്മിൽ മത്സരിച്ച്, അല്ലേരി ആരാധന മുടക്കി നീ വീട്ടിലിരുന്നാൽ നിന്റെ ഉള്ളിൽ ഭയം കയറും. ഭയമെന്നറിയാം, വേറെ അടിമത്തം വരും. ആരാധന മുടക്കി നീന്നല്ല അമ്മ എത്ര വലിയ കാര്യങ്ങൾക്ക് പോയാലും, ജോലിക്ക് പോയി സമ്പാദിച്ചാലും, പണം കിട്ടിയാലും അത് നിനക്ക് ഭയത്തിലേക്ക് നിന്നെ കൊണ്ടുവരും. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കണം. ഞാൻ ആരാധനയ്ക്ക് വന്ന് ആരാധനയ്ക്ക് വന്നിട്ട് നിന്റെ ഉള്ളിൽ ഭയത്തിന്റെ അടിമത്തത്തെ നീക്കിക്കളഞ്ഞ് സ്നേഹത്തിൽ നീ നിറയപ്പെടണം, ദൈവസ്നേഹത്തിൽ നിറയപ്പെടണം. പ്രൈസറോ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ കൂടാതെ നീ എന്തിനു പോയാലും അത് നിന്റെ ഭയത്തിന്റെ അടിമയാക്കി മാറ്റും. പ്രൈസറോ. എത്ര കാലമായി നീ ഭയപ്പെടുന്നു പലതിനെയും. ഹല്ലേലൂയ. എന്താണ് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഭയം വരാൻ കാരണം? സ്തോത്രം. നിന്റെ ജീവിതത്തിന്റെ ക്രമീകരണമില്ലാത്തത് കൊണ്ടാണ്. സ്തോത്രം. മടങ്ങി വരണം. നിങ്ങൾ മടങ്ങി വന്ന് നിങ്ങൾ ദൈവത്താൽ നിങ്ങളുടെ കുടുംബം പണിയപ്പെടണം. രക്തം ചെയ്യും. പ്രൈസറോ. അപ്പം വേദപുസ്തകത്തിനകത്ത് 366 പ്രാവശ്യത്തോളം ഭയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഭയത്തെക്കുറിച്ച് നമ്മൾ നിരന്തരമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. രക്തം ചെയ്യും. വേദപുസ്തകം വല്ലപ്പോഴും എടുത്തും തിരയും വായിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യണം. അപ്പൊ നിങ്ങളുടെ ഉള്ളിലെ ഭയമൊക്കെ അങ്ങ് മാറും. പ്രൈസ്. സ്നേഹം നിറയും. ദൈവസ്നേഹമാണ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണരുമ്പോൾ സ്വർഗം മുഴുവനും നിങ്ങളുടെ പിന്നിൽ നിൽക്കുന്നത് പോലെ തോന്നും. പ്രൈസലോ. നിങ്ങളുടെ ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവസ്നേഹം വെളിപ്പെടുമ്പോൾ, കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ സ്വർഗം മുഴുവൻ നിങ്ങളോട് കൂടെ നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. സാത്താൻ നിന്റെ അയൽവക്കത്ത് വരത്തില്ല. ഹല്ലേലൂയ. സാത്താൻ നിന്നെ തൊടത്തില്ല. സ്വർഗം മുഴുവൻ നിന്നോട് കൂടെ ആണെങ്കിൽ, സ്വർഗം മുഴുവൻ നിന്നോട് കൂടെ നിൽക്കുമ്പോൾ പിശാചെന്ന് പറയുന്ന പൈശാചിക ശക്തിക്ക് നിന്റെ കുടുംബത്തെ തൊടാൻ പറ്റത്തില്ല. അപ്പൊ സ്വർഗം മുഴുവൻ നിങ്ങളോട് നിൽക്കണം. സ്വർഗം മുഴുവൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ? പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, കോടാനുകോടി ദൂതന്മാരും കെരൂബുകളും സാറാഫുകളും വിശുദ്ധന്മാരും അടങ്ങിയ സ്വർഗം മുഴുവൻ നിന്നോട് കൂടെ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, നീയും നിന്റെ കുടുംബവും എത്ര ശ്രേഷ്ഠമായിരിക്കും. രക്തം ചെയ്യും. പിശാചിന് തൊടുവാൻ കഴിയില്ല. അപ്പൊ ഒരു സാധാരണ പോലീസുകാരന്റെ പിന്നിൽ ആ ദേശത്തിലുള്ള സകല ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ജനങ്ങളും ചെന്നു ചേരുന്ന പോലെ. നമുക്കൊരു പോലീസ് സ്റ്റേഷൻ ആ ദേശത്തിന്റെ ഒരു സമാധാനം തരുന്നൊരു ഇതാണല്ലോ. ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഹല്ലേലൂയ നമ്മൾ പ്രശ്നമായിട്ട് ചെന്നിടുമ്പോൾ ആ പോലീസിന്റെ സാന്നിധ്യത്തിൽ ആ വിഷയത്തിനെല്ലാം ഒരു പരിഹാരം നൽകുന്നത് പോലെ. ഹല്ലേലൂയ. അപ്പം സ്തോത്രം, നമ്മളും നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന പ്രശ്നങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ ആ വിഷയം പരിഹരിക്കപ്പെടണം. ഭൂമിയിലെ നിയമങ്ങൾക്ക് ഉള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകുന്നത് പോലെ
നമ്മുടെ ഉള്ളിൽ വെച്ച് പരിശുദ്ധാത്മാവിനാൽ നിറച്ചു വെച്ചിരിക്കുന്ന പകർന്നു വെച്ചിരിക്കുന്ന സ്നേഹത്താൽ സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടണം. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, നിങ്ങൾ ആദ്യം നന്നാകണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലെ ആ ഭയത്തെ, ആ പാപത്തിന്റെ ഭയത്തെ, ആ പാപമാകുന്ന ഭയമാകുന്ന അടിമത്തത്തെ നിങ്ങൾ ആദ്യം പരിഹരിക്കണം. നിങ്ങൾ നിങ്ങളെ തന്നെ ആദ്യം പരിഹരിക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ നിങ്ങൾ പരിഹരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ദൈവസ്നേഹം വരും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന പ്രിയ ദൈവമക്കൾ, ദൈവിക സാന്നിധ്യത്തെ എപ്പോഴും ഉണരുവിൻ. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 33:14 വായിക്കുന്നത്, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരുമെന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. മത്തായിയുടെ 28:20 വായിക്കുമ്പോൾ കാണുന്നത്, ഞാനോ ലോക അവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 13:8 വരുമ്പോൾ, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കില്ല, മനുഷ്യനോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. അതെ, നമുക്ക് പറയണം. അല്ലേ, കർത്താവ് എനിക്ക് തുണയാണ്, ഞാൻ പേടിക്കില്ല, മനുഷ്യനോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം ഉണ്ടായിരിക്കണം. വായിച്ച വചനത്തിലേക്ക് മടങ്ങി വന്നിട്ട് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. വായിച്ച വചനമുണ്ടാകുന്നു 1 യോഹന്നാൻ ലേഖനം 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം, സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡന ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിന്റെ ഉള്ളിലെ എല്ലാ പാപത്തിന്റെ ഭയവും എല്ലാ അടിമത്വം നീക്കിക്കളഞ്ഞ് ദൈവസ്നേഹത്തിലേക്ക് നീ മടങ്ങി വരണം. കുടുംബങ്ങൾ തകർന്ന് ചിന്ന ഭിന്നമായി കിടന്നതിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ സാഹചര്യത്തെയും നീ നീക്കിക്കളഞ്ഞ് നിന്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവിൽ നിറച്ച് നിന്റെ കുടുംബത്തെ ദൈവം ഉയർത്താൻ ആഗ്രഹിക്കുക. സ്വർഗം മുഴുവൻ നിന്നോട് കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തെ ദൈവിക ദൂതന്മാർ പാളയമിറങ്ങി സംരക്ഷിപ്പാൻ ആഗ്രഹിക്കുക. നിന്റെ എല്ലാ പ്രശ്നങ്ങളും, പ്രതിസന്ധികളും, രോഗമാകട്ടെ, പാപമാകട്ടെ, ശാപമാകട്ടെ, കടങ്ങളാകട്ടെ, ബാധ്യതകളാകട്ടെ, പ്രശ്നങ്ങളാകട്ടെ, ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സകല പ്രശ്നങ്ങളും അത് മുഖാന്തരമുള്ള ഭയത്തെ നീ പുറത്താക്കി ദൈവസ്നേഹത്തിൽ നിറയപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് പകൽ യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുക്കണം. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, ഇതുവരെ നിങ്ങൾ യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം കൊടുക്കുന്നെങ്കിൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. കർത്താവിനോട് പറയാം, കർത്താവ് എന്റെ ഹൃദയത്തിന്റെ ഭയത്തെ മാറ്റി, എന്റെ ജീവിതത്തെ ഭയത്തെ മാറ്റി, ദൈവസ്നേഹത്തിൽ നിറച്ച എന്റെ കുടുംബത്തിന്റെ പാപത്തിന്റെ ശാപത്തിന്റെ ഭയത്തിന്റെ അടിമത്തിൽ നിങ്ങളെ വിടിവിച്ച് ആ സ്വർഗീയ സന്തോഷത്തെ നിറയ്ക്കണമേ, എന്നെ ഏൽപ്പിക്കുന്നു പറഞ്ഞതിനോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്, പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള ജനത്തിനായി ഞങ്ങളുടെ 7 ഭൂഖണ്ഡങ്ങളിൽ, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക രാജ്യങ്ങൾക്കായിരുന്നാൽ 800 കോടിയിലധികം ജനം തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത ഇന്ത്യയുടെ 29 സംസ്ഥാന കേന്ദ്രപ്രദേശങ്ങളിൽ 140 കോടിയോളധികം ജനം തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ കേരളത്തിലെ കർത്താവ് 14 ജില്ലകളിലായി 1446 വില്ലേജുകളിലായി കർത്താവ് 3,40,000 ജനം തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത അന്യപ്രസ്ഥാന തൊഴിലാളികളും കർത്താവ് മദ്യത്തിനും മയക്കുമരുന്നിനും പരസ്യ ലഹരി പദാർത്ഥ സകല ചൂതാട്ടം, ജനിക, വ്യഭിചാര, പരസംഗ, അശുദ്ധി, ദുഷ്കാമങ്ങളിലെ വെറുക്കൂത്തുകളിലകപ്പെട്ട് തീവ്രവാദ, ഭീകരവാദ, വർഗീയവാദത്തിലകപ്പെട്ട് കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിന്റെ അനുഭവം, ദേശം അക്രമവും കുടിയും ചതിയും എല്ലാം വാഞ്ചന കൊണ്ട് നിറയപ്പെടുമ്പോൾ മനുഷ്യൻ തമ്മി സ്നേഹിക്കാൻ കഴിയാതെ കടിച്ചു കീറുന്ന അനുഭവത്തിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകലത്തിൽ നിന്ന് മടങ്ങി വന്ന് മനുഷ്യൻ മാനസാന്തരപ്പെട്ട് ദൈവസ്നേഹത്തിൽ നിറയപ്പെടുവാൻ ഈ ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥികൾ ശൈശവത്തിനും ബാല്യത്തിനും കൗമാരത്തിനും യൗവനത്തിനും വാർദ്ധക്യത്തിനും വൃദ്ധരസന, യാവാച്ച, ഓർഫനേജിൽ, ഹോട്ടൽ, തടവറയിലായിരിക്കുന്നവർ കർത്താവിന്റെ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരും ജനത്തെയും രാജാക്കന്മാരും രാജ്ഞിമാരും പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ ഭരിക്കുന്നവർ, അല്ലേലൂയ കർത്താവിന്റെ ജനങ്ങളെ, ഞങ്ങളുടെ കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, ഞങ്ങളുടെ ജുഡീഷ്യൽ എല്ലാ വിഭാഗങ്ങളെയും, ഞങ്ങളുടെ പോലീസിന്റെ എല്ലാ സെക്ഷൻ, ഗർഭസമാധാന പാലകരെ, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവർ, അല്ലേലൂയ സ്തോത്രം, ഞങ്ങളുടെ രഹസ്യാന്വേഷണങ്ങളെ, അതിർത്തികൾ കാക്കുന്ന BSF, CRPF-നെ, കർത്താവ് കൺസ്ട്രക്ഷൻ മേഖലയിൽ, മെക്കാനിക്കൽ, മോട്ടോർ രംഗത്തും, കർത്താവ് യൂണിയൻ രംഗത്തും, എല്ലാ ടാക്സി ഓട്ടോ സർവീസിനെയും, കർത്താവ് കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുക, വാഹന നിർമ്മാണം സെയിൽസ് ചെയ്യുന്നവർ, അല്ലേലൂയ കടലോര വാസികളെ, തീരദേശവാസികളെ, സമുദ്രത്തിൽ മത്സ്യബന്ധന കടത്തുപോരിങ്ങൾ, ആ കർത്താവ് സമുദ്രത്തിൽ ആഴങ്ങളിലും ഖനികളിലും കമ്പനികളിലും ഒക്കെ ജോലി ചെയ്യുന്നവർ, അല്ലേലൂയ കർത്താവ് ചെറുതും വലുതുമായ വ്യാപാരികളെയും വ്യവസായികളെയും അല്ലേലൂയ സ്തോത്രം, എല്ലാ വഴിയോര കച്ചവടക്കാരെയും, സഹകരണ മേഖലയും, പൊതുമേഖലയും, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസം, സാമ്പത്തിക മേഖലയിൽ ആയിരിക്കുന്ന എല്ലാ ജനത്തെയും ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുക. എല്ലാ ബാങ്കിങ് മേഖലയിൽ സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാരെ,
കർത്താവ് ഈ കരങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി കടന്നവർ, പഠിക്കുന്നവർ, വിദേശ രാജ്യം കഷ്ടം സഹിക്കുന്നവർ, പ്രദേശത്ത് അവർ മണ്ണാരിൽ കഷ്ടം സഹിക്കുന്ന സാധനങ്ങൾ കിട്ടാതെ ഭാരപ്പെട്ടവർ, വിദേശക്കാരെ പീഡിപ്പിക്കുന്ന പീഡന സഹോദരിമാർ, വിസ നഷ്ടപ്പെട്ട വിസ പുതുക്കി കിട്ടാൻ ഭാരപ്പെടുന്നവർ, വിദേശ രാജ്യത്ത് ജോലിക്കായി ലൈസൻസ് കിട്ടാതെ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവിയുടെ മടന കർത്താവ് വളരെ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ, മദ്യത്തിനും മയക്കും മനസ്സിലും അടിമപ്പെട്ടവർ, എല്ലാ മേഖലയും പ്രതിസന്ധി അനുഭവിക്കുന്ന ഭയത്തിന്റെ അടിമത്തം വിടിവിച്ച് അവർ ദൈവസ്നേഹത്തിൽ നിറയപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജനത്തെ അനുഗ്രഹിക്കണമേ, സകല പ്രതികൂലം കർത്താവ് കേരളത്തിൽ വിദേശ രാജ്യങ്ങൾ ദൈവവിലേക്ക് കടന്നു പിടിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ തലമുറകളെ ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ ജോലി യാത്രയിലെല്ലാം ദൈവം വാഹനം സൂക്ഷിക്കണമേ. സുരക്ഷിത ജയിലുകളിൽ കിടക്കുന്നവർക്ക് കർത്താവ് ഭയം മാറി ദൈവസ്നേഹത്തെ നിറയപ്പെടുവാൻ, ജയിൽ മോചിതരായിരിക്കുവാൻ ഭരണാധിപന്മാരുടെ ഗവൺമെന്റുകളോട് ദൈവം ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ സ്നേഹം സകല ജനങ്ങളും നിറയപ്പെടട്ടെ. സാത്താന്റെ ബന്ധജനം വിടിവിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന സകല മഹത്വം എടുക്കണം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.